അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ജീവിതത്തിലെല്ലാം പരസ്യമാവരുത്. രഹസ്യമായി വെക്കേണ്ട ചില കാര്യങ്ങൾ രഹസ്യമായി തന്നെ പോകണം. കാരണം ചില കാര്യങ്ങൾ പരസ്യമാക്കുമ്പോൾ അതുകൊണ്ട് ഒരുപാട് പ്രയാസങ്ങൾ വരാറുണ്ട്. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രയാസം വരുന്ന ഒന്നും പരസ്യമാക്കരുത്. രഹസ്യമായി വെക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വിവാഹ ഫോട്ടോകൾ, ഭാര്യ ഭർത്താവ് ഫോട്ടോകളൊക്കെ പരസ്യമായി ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ ഷെയർ ചെയ്യുന്നത് നല്ലതല്ല. കാരണം എന്താണെന്നറിയോ? കാരണം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന, നിങ്ങൾ സന്തോഷിക്കുന്നെന്ന് കരുതി ഇത് കാണുന്നവർക്കൊക്കെ സന്തോഷം ഉണ്ടാകണം എന്നില്ല. എല്ലാവർക്കും സന്തോഷം ഉണ്ടാവണം എന്നില്ല. നിങ്ങളുടെ ജീവിതമാണ് അത്. നിങ്ങൾ പരസ്യമായി പോസ്റ്റിലൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ആളുകളത് കണ്ട് ആസ്വദിക്കുന്ന അവസ്ഥ സൃഷ്ടിക്കുന്നത് ഒഴിവാക്കേണ്ടതാണ്. നമ്മുടെ ബന്ധപ്പെട്ട കുടുംബങ്ങളിലും ബന്ധുക്കൾക്കൊക്കെ അറിയിച്ചു കൊടുക്കുന്ന പോലെ അല്ലല്ലോ പബ്ലിക്കാക്കിയിടുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യമല്ലേ? രണ്ടാമത്, നിങ്ങളുടെ കുട്ടികളുടെ നല്ല നല്ല പ്രോഗ്രസീവായ കാര്യങ്ങൾ, കുട്ടികളുടെ നല്ല കാര്യങ്ങൾ, അവരുടെ നേട്ടങ്ങൾ, ഇതൊന്നും വാട്സപ്പിൽ വല്ലാതെ പോസ്റ്റ് ചെയ്യരുത്. എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാണ്. കാരണം ചില വിഷയങ്ങൾ അറിയുന്നത് കൊണ്ടാണ് ഞാനത് പറയുന്നത്. അതുപോലെ നിങ്ങളുടെ ആഡംബര ജീവിതം, നിങ്ങൾക്കപ്പോൾ എല്ലാവർക്കും സുഖമായി ഒരു ഇടങ്ങറായി ജീവിക്കണമെന്നില്ല. ചില ആളുകൾക്ക് നല്ല ആഡംബരത്തോടെ സുഖമായിട്ട് ജീവിക്കേണ്ടി വരും, നല്ല ഫുഡ് കഴിക്കേണ്ടി വരും. ഇതൊന്നും എന്ത് ചെയ്യരുത്? സമൂഹ മധ്യത്തിൽ വിട്ടുകൊടുക്കരുത്. കാരണം എവിൽ ഇ എന്ന് വെച്ചാൽ കണ്ണേറ് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇന്നൽ ഐന ഹക്കുൻ, കണ്ണേറ് ഹക്കാണ്. പിന്നെ നിങ്ങളെ കുട്ടികളുടെയൊക്കെ ഫോട്ടോ കാണുമ്പോൾ നൈസ് എന്ന് പറയുന്നവനൊക്കെ നൈസായിക്കൊള്ളണമെന്നില്ല. നൈസ് എന്ന് പറയുന്നവരൊക്കെ നൈസാവണമെന്നില്ല. നമ്മൾ നൈസെന്ന് കരുതി നമ്മളും നൈസാവണമെന്നില്ല. അസൂയ ഉണ്ടാക്കുന്ന വഴികൾ, ഉമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ. വിശുദ്ധ ഖുർആനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞല്ലോ, അസൂയക്കാരെ ഷെറിനെ തൊട്ടും കാവലിനെ തേടണേ. അപ്പം അസൂയക്കാരെ ഷെറുണ്ടാകുന്നത് അസൂയ ഉണ്ടാക്കാനും, അതുപോലെ നിൻ്റെ ആഡംബര ജീവിതം ഒരുപാട് ആളുകൾ അറിഞ്ഞ് അവരുടെ ഇടയിൽ അസൂയയും ശത്രുതയും ഒക്കെ ഉണ്ടാക്കാൻ കാരണമായിത്തീരും. നീ ജീവിക്കുന്നത് നിൻ്റെ സുഖത്തിന് വേണ്ടിയാണ്, അത് മറ്റുള്ളവരെല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയല്ല. പിന്നെ നിങ്ങളെ പ്രൈവറ്റ് ജീവിതം, ഭാര്യ ഭർത്തൃ ജീവിതമാവട്ടെ, നിങ്ങളുടെ പ്രൈവറ്റായിട്ടുള്ള ചില ജീവിതങ്ങളൊക്കെ പബ്ലിക്കായിട്ട് ആരോടും പറയരുത്. പബ്ലിക്കായിട്ട് ആക്കേണ്ടതല്ല. പ്രൈവറ്റ് തന്നെ. പബ്ലിക്കാക്കേണ്ടത് മാത്രം പബ്ലിക്കാക്കാനേ പാടുള്ളൂ. അങ്ങനെയാണല്ലോ ജീവിക്കേണ്ടത്. എല്ലാം തുറന്നിട്ട പുസ്തകം പോലെ അഴിച്ചിട്ട് ജീവിക്കുന്ന ജീവിതം നമുക്ക് ദോഷേ ചെയ്യുള്ളൂ. അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു.